ഹലോ ഗൈസ്, അപ്പോൾ ദീപാവലിയൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ആ കാര്യമായിട്ട് ആഘോഷിക്കാനൊന്നും പറ്റിയില്ല, കാരണം എനിക്ക് വയ്യാതെ കുറച്ച് സീനായിരുന്നു. അപ്പോൾ പിള്ളേരെയും കൊണ്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ച പ്ലാനൊക്കെ വെള്ളത്തിലായി. അതുകൊണ്ട് അവരെയും കൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇതിന് കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അമ്പാടിയാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഷെയ്ക്ക് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. രണ്ടാൾക്കും ജലദോഷമൊക്കെ ഉണ്ട്, എനിക്കും ചെറുതായിട്ട് ജലദോഷവും പനിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഏട്ടൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് വരത്തില്ല. അപ്പോൾ രണ്ടാൾക്കത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അവിടെ എത്തുന്നവരെ അമ്പാടിൻ്റെ പ്ലാന് വേറെ ഒന്നായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മറ്റൊന്നായി ഗൈസ്. അപ്പോൾ ആദ്യം പോയപ്പോൾ അവന് പപ്സ് മതി എന്നിട്ട് പപ്സ് മേടിച്ചപ്പോൾ പറഞ്ഞു അത് വേണ്ട, ഷവർമ മതിയത്. എന്നിട്ട് പിന്നെ അത് വാങ്ങിച്ചു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഷെയ്ക്ക് വന്നു കേട്ടോ. ഷെയ്ക്ക് മാംഗോ ഷെയ്ക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. റിച്ചിനും ഷാർജ ഷെയ്ക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ദീപാവലിക്ക് 2 ദിവസം ഒഴിവുണ്ടായിട്ട് പിള്ളേരെയും കൊണ്ട് എവിടെയും പോകാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് വന്നത്. ഷെയ്ക്ക് സ്ട്രോ ഇട്ട് കുടിച്ചപ്പോൾ ആദ്യം ആൾക്കൊന്നും കിട്ടിയില്ല കേട്ടോ, കാരണം അതിൻ്റെ മുകളിൽ ഐസ്ക്രീം ഇട്ടുള്ളതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ 2ാം പ്രാവശ്യം കുടിച്ചപ്പോഴാണ് കിട്ടിയപ്പോൾ ആൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് മമ്മി, അടിപൊളിയായിട്ട് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ പുറത്ത് കുറേ നട്ട്സും പിസ്തയും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് ആദ്യം ടേസ്റ്റ് ചെയ്തു. പിന്നെ റിച്ചിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കേട്ടോ. പൊതുവെ അങ്ങനെ കൊടുക്കാറില്ല. ഇന്ന് എന്താ പറ്റിയതെന്ന് അറിയില്ല. ചിലപ്പം അവൻ ഓർഡർ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സാധനം, അതുകൊണ്ട് അവന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എനിക്കും ടേസ്റ്റ് നോക്കാനൊക്കെ തന്നു കേട്ടോ. ചില സമയത്ത് ആളുടെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടും, അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ ട്രൈ ചെയ്താലും കിട്ടില്ല. എന്തായാലും അവിടുത്തെ മാംഗോ ഷേക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ മുടപ്പിലൂരിൽ പുതുതായിട്ട് വന്നിട്ടുള്ളൊരു ഷോപ്പാണ്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. സ്നാക്സ് ആണെങ്കിലും ഇതുപോലെ തന്നെ ഡെസേർട്ട് ഐറ്റംസ് ആണെങ്കിലും എല്ലാം അവിടെ അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ മുടപ്പിലൂർ വന്നിട്ട് ഇവിടെ കയറാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറാം കേട്ടോ. കേക്ക് വേൾഡ് എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര്. നമ്മൾ ചക്കാന്തറയുന്ന താഴത്തോട്ട് വരുന്ന വഴിക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. അങ്ങനെ റിച്ചുവിൻ്റെ ഷാർജ ഷേക്കും വന്നിട്ടുണ്ട്. ഏട്ടനൊരു ചായ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തനുവിന് വേണ്ടിയിട്ട് ഒരു നബാട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.